ഒരു ക്രിയേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എടുക്കുകയാണ്. ശരിയാവാനും തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വെയിറ്റ് ആൻഡ് സി. എൻ്റെ കയ്യിൽ ഇന്നത്തെ പത്രത്തിൻ്റെ ഇന്ന് തീയതി നമ്മൾ 13-ാം തീയതി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 2 കോപ്പിയാണ്. ചേട്ടൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കാം, അങ്ങോട്ട് നോക്കിക്കാം. ശേഷം ചേട്ടൻ കുറച്ചുകൂടി ബാക്കിലോട്ട് ഇരിക്കാം, കുറച്ചുകൂടി ഇങ്ങോട്ട് നമ്മുടെ ക്യാമറയ്ക്ക് കൂടി. അപ്പോൾ ചേട്ടൻ ഞാൻ നോക്കുന്നില്ല, അങ്ങോട്ട് നോക്കാതെ തന്നെ ചേട്ടന് ഇഷ്ടമുള്ളൊരു പേജ് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ളൊരു പേജ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം. ആ ഇഷ്ടമുള്ള പേജ് സെലക്ട് ചെയ്തോ. സെലക്ട് ചെയ്തതിന് ശേഷം ചേട്ടൻ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഫൈനലി ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ആ ചേട്ടൻ സെലക്ട് ചെയ്ത പേജ് ഏതാണോ ആ പേജ് മാത്രം ചേട്ടന് കീറിയെടുക്കാം. സെലക്ട് ചെയ്ത പേജ് ഏതാണോ ആ പേജ് മാത്രം ചേട്ടന് കീറിയെടുക്കാം. ഓക്കെ, എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നൊരു പേജ് ഞാനിവിടെ കീറുകയാണ്. അപ്പോൾ ചേട്ടൻ സെലക്ട് ചെയ്ത പേജ് ചേട്ടന് കീറാം. തൽക്കാലത്തേക്ക് പണി പാളിയടേ ഇതിനകത്ത് ആ വാർത്ത ഇല്ലടേ. ഓക്കെ, ഇത് കണ്ടിന്യൂട്ടി കിട്ടുമോ? കേട്ടോ. അത് ചേട്ടൻ നിൽക്കേട്ടാ. ഓക്കെ, പേജ് കീറി എടുക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇത് കണ്ടിന്യൂട്ടി കിട്ടും. അപ്പം ചേട്ടന് മനസ്സിൽ തോന്നി ആ പേജ് മാത്രം ചേട്ടന് കീറി 2ആയിട്ട് എടുക്കുക. ഓക്കെ, ആ സെലക്ട് ചെയ്ത പേജ് മാത്രം കീറി എടുക്കാം. എടുത്തോ? ഓക്കെ, ഞാൻ അത്യാവശ്യം വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പേപ്പറുകളൊന്നും കളയുന്നില്ല. ആ പേജിൽ നിന്ന് ചേട്ടന് ഇഷ്ടമുള്ളൊരു വാർത്ത സെലക്ട് ചെയ്യാം. വാർത്ത സെലക്ട് ചെയ്തു. മനസ്സുകൊണ്ട് ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കാം. മനസ്സുകൊണ്ട് ആ വാർത്ത ഒന്ന് വായിക്കാം. ഓക്കെ, മനസ്സുകൊണ്ട് ആ വാർത്ത വായിക്കുന്നു. വായിച്ചതിന് ശേഷം ആ വാർത്തയെ ഒന്ന് കീറിയെടുക്കാവോ? ആ വാർത്തയെ ഒന്ന് കീറിയെടുത്തു. അത്രയും വാർത്ത ആ ഭാഗം മാത്രം കീറിയെടുത്താൽ മതി. കീറിയെടുത്തു. ഐ തിങ്ക് ഞാനും അതിൻ്റെ പണിപ്പുരയിലാണ്, പക്ഷെ കാണിക്കുന്നില്ല. വെയിറ്റ് ചെയ്യുക. ഞാൻ പറയുന്ന സമയത്ത്, അതായത് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു വാർത്ത ഞാൻ ഇവിടെ നിന്ന് കീറിയെടുക്കുകയാണ്. ആൻഡ് ഫൈനലി കീറിയെടുക്കുന്നു. ശേഷം അതിനകത്ത് എനിക്കിപ്പോൾ കീറി വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് പേപ്പറായി. ചേട്ടൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര പേപ്പർ ഉണ്ട്? ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ? ഒറ്റ പേപ്പറേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു വാർത്ത മാത്രം ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഒരു വാർത്ത മാത്രം ഒന്ന് സെലക്ട് ചെയ്യാണ്. ആൻഡ് ഓക്കെ, വെയിറ്റ് ചെയ്യുക. ചേട്ടാ ബോറാവുന്നുണ്ടോ? ഓക്കെ. ആൻഡ് ചേട്ടാ ഞാൻ 1 to ഞാനത് കൗണ്ട് ചെയ്യും. 1 to 3 വരെ കൗണ്ട് ചെയ്യും. 3 പറയുന്ന സമയത്ത് ചേട്ടൻ ക്യാമറയെ ചേട്ടൻ എടുത്തേക്കുന്ന വാർത്തയാണോ സെലക്ട് ചെയ്തേക്കുന്ന കീറി എടുത്തേക്കുന്ന വാർത്തയാണോ എന്ന് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കുക, ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, തയ്യാറാണോ? റെഡി? 1, 2 and 3. എന്ത് പറ്റി? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെങ്ങനെ സാധിക്കുന്നത്? നേരത്തെ ചോദിച്ചു ചേട്ടൻ മാസ്റ്റർ പീസ് എന്താണെന്ന്. ആ മാസ്റ്റർ പീസിന്റെ കണക്ടിങ് സംഭവമാണിത്. അപ്പം മാസ്റ്റർ പീസ് ആയിട്ട് ഒരുപാട് സന്തോഷം. ഞാൻ കറക്റ്റ് ഇത് തന്നെയാണ് കീറിയെടുത്തത്. അത് തന്നെ താങ്കളും കീറിയെടുത്തത്. നമ്മൾ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടുമില്ല. ഇത് ദിശയിൽ നിൽക്കുകയാണ് ചേട്ടാ. എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് പഠിച്ച കാര്യങ്ങൾ അതേ കണക്ക് തന്നെ ചെയ്യുക എന്നുള്ളത്, അതിനേക്കാൾ വെറുപ്പിക്കുന്നൊരു സംഭവം വേറെ ഇല്ല. നമ്മൾ വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്. നമുക്കിപ്പം ഓഡിയൻസിന്, നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും അത് തന്നെയാണ് വേണ്ടത്. കണ്ട് പരിചിതമായിട്ടുള്ള ഒന്നും അവർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പുതുതായിട്ട് എന്താണുള്ളത്, ഏറ്റവും ഇൻസ്റ്റൻ്റായിട്ട് എന്താണ് കിട്ടുക. ഒരു ഷോർട്സ് കാണാൻ പോലും ആരും തയ്യാറല്ല. അപ്പം അവരങ്ങനെ ഒരു കാര്യം കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും വേണം. സോ താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.